അങ്ങനെ 26 ദിവസങ്ങൾ മാത്രം എണ്ണി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ ആവേശം പകരുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. NDA മുന്നണിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യ മുന്നണിക്കായി രാഹുൽ ഗാന്ധിയും. പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലേക്കാണ് ഹെലികോപ്റ്റർ മാർഗം എത്തുക. രാഹുൽ ഗാന്ധിയാണെങ്കിൽ വയനാട്ടിലേക്കുള്ള യാത്രയിലുമാണ്. രണ്ട് സ്ഥലങ്ങളിലും കുന്നംകുളത്ത്, ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളത്തും പ്രധാനമന്ത്രിയുടെ പരിപാടിയുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിലെ കുന്നംകുളത്തെ പരിപാടി പൂർത്തിയാക്കിയാൽ കാട്ടാക്കടയിലാണ്, അതായത് തിരുവനന്തപുരം ആറ്റിങ്ങലും ലക്ഷ്യം വെച്ചുകൊണ്ട് കാട്ടാക്കടയിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. ശേഷം അദ്ദേഹം തിരുനെൽവേലിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വളരെ സജീവമായി രണ്ട് മുന്നണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ പ്രചാരകർ ഇന്ന് കേരളത്തിൽ ഒരേ ദിവസം ഒരേ സമയം എത്തുന്നു എന്ന ഏറ്റവും രാഷ്ട്രീയപരമായ ഒരു കൗതുക കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവേശത്തോടെയാണ് അണികൾ നേതാക്കളെ കാത്തു നിൽക്കുന്നത്. ഈ സന്ദർശനങ്ങൾ എങ്ങനെയൊക്കെയാണ് വോട്ടായി മാറുക, റോഡിൽ കാണുന്ന ആവേശം വോട്ടായി മാറി വോട്ടുപെട്ടിയിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. അത് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് കൗതുകത്തോടെ കാത്തിരുന്ന് കാണാം. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം പ്രതിനിധികൾ ചേരുന്നുണ്ട്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തുക. ലിഷോയുണ്ട് കുന്നംകുളത്ത് നിന്ന്, ശ്യാം പ്രസാദ് ഉത്തമൻ ശ്രീകൃഷ്ണ കോളേജിന്റെ സമീപത്തുന്നുണ്ട്, അരുൺ അമർനാഥ് റോഡ് ഷോ നടക്കുന്ന ഇടത്തുന്നുണ്ട്, ഒപ്പം ഷഹീദ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ വിവരങ്ങളുമായി ഷഹീദുമുണ്ട്. ആദ്യം ശ്യാമിലേക്ക് പോകാം. ശ്യാം, ഏത് നിമിഷവും പ്രധാനമന്ത്രി എത്തിച്ചേരാം. വലിയ ആവേശം. എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഈ പൊതുപരിപാടി നടക്കുന്നിടത്തേക്ക് എത്ര സമയം കൊണ്ട് എത്തിച്ചേരും? എങ്ങനെയാണ് BJP ഇതിൻ്റെ ഈ പരിപാടി ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്? ദിവിഷ, ഇനി തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിലാണ് അവരുടെ A ക്ലാസ് മണ്ഡലത്തിലേക്ക് തന്നെ പ്രധാനമന്ത്രിയെ വീണ്ടും എത്തിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ അദ്ദേഹം പുറപ്പെട്ടു. ഇനി ഈ ശ്രീകൃഷ്ണ കോളേജിൽ ഇറങ്ങും. ഇവിടെ എത്തി ഇവിടെ കുറച്ച് പ്രവർത്തകർക്ക് ഈ ഹെലിപ്പാഡിലേക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അവരെ കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത ശേഷം ഇവിടെ നിന്നും ചെറുവത്തൂരിലേക്ക് റോഡ് മാർഗം അദ്ദേഹം പുറപ്പെടും. 11 മണിക്കാണ് മോദിയുടെ സമ്മേളന സമയം. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം അവിടെ എത്തിച്ചേരും. അവിടെ പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രവർത്തകരോട് ഇന്ന് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നരേന്ദ്രമോദി എന്തായിരിക്കും പറയുക എന്ന ഒരു കാര്യമുണ്ട്. അതിൽ അടക്കം ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ബാധിക്കും? സ്വാഭാവികമായിട്ടും കരുവന്നൂരിൽ ED കളം പിടിച്ചിരിക്കുന്ന, പിടിമുറുക്കിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് തന്നെയുള്ള രണ്ടാം ഘട്ട പരിപാടി അടുത്തത് തിരുവനന്തപുരത്തേക്ക് കാട്ടാക്കടയിലാണ് മോദി പോവുക. അല്പ സമയം കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഇപ്പോൾ SPG, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷവും മോദി ഇതിലൂടെ കടന്നു പോകും. ഈ സമീപത്തെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് തിരിച്ച് ഇരിക്കുകയാണ്. ഓരോ ഇടങ്ങളിലും 100 മീറ്റർ പരിധിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. 7 കിലോമീറ്റർ ദൂരമാണ് ഈ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നും പ്രധാനമന്ത്രി എത്തുന്ന, അതായത് ചെറുവത്തൂരിലെ ഗ്രൗണ്ടിലേക്കുള്ളത്. ആ 7 കിലോമീറ്റർ ദൂരം കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും അതിൽ കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ടാണ് ഉള്ളത്. ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് പ്രവർത്തകരെ മോദി അഭിവാദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ BJPയുടെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ ഹെലിപ്പാഡിലുണ്ട്. അവിടെ വെച്ച് ഇവരെ കണ്ട ശേഷം ഈ ഹെലിപ്പാഡിൽ നിന്നും ഈ ഗ്രൗണ്ടിലേക്ക് തിരിക്കും. ഗ്രൗണ്ടിൽ വെച്ചാണ് മോദി പ്രവർത്തകരുമായി സംസാരിക്കുക. ശരി ശരി ശ്യാമേ. ലിഷോയ്, കുന്നംകുളം എന്ന് പറഞ്ഞാൽ ചില പോക്കറ്റുകൾ. ഷഹീദിലേക്ക് പോകാം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ വയനാട്ടിൽ നടക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കുള്ള സഞ്ചാരപാതയിലാണ്. ഷഹീദ്, പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പോലും പ്രവർത്തകർ വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു ദിവസം വന്നാൽ മതി, വോട്ടൊക്കെ ഞങ്ങൾ ഉറപ്പിക്കുമെന്നാണ് പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. എന്തായാലും രാഹുൽ വരുമ്പോൾ അതിന് വേറൊരു ഓളവും ഒക്കെ അവിടെ പ്രകടമാവുകയും ചെയ്യും. എങ്ങനെയാണ് വയനാട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്? എത്ര സമയം അദ്ദേഹം മണ്ഡലത്തിൽ ചെലവിടുന്നുണ്ട്? എവിടേക്കാണ് ആളുകളുമായി നേരിട്ട് സംവദിക്കാനുള്ള സാധ്യതകൾ? പ്രിയമുള്ളവരെ, മതഗന്ധമുള്ള പൈതൃക പെരുമയുടെ ഇന്ത്യ
പത്രിക നൽകിയതിനു ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്വീകരണം നൽകാൻ തന്നെയാണ് UDF പ്രവർത്തകരുടെ തീരുമാനം. റോഡ് ഷോകളാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോഴുള്ള ആദ്യ റോഡ് ഷോ ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അതിനുശേഷം വെള്ളമുണ്ടയിൽ റോഡ് ഷോ നടക്കും. മാനന്തവാടിയിൽ സമാനമായ രീതിയിൽ റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോ ഒക്കെ അവസാനിപ്പിക്കുമ്പോഴും ഓരോ പോയിന്റുകളിലും അദ്ദേഹം പ്രവർത്തകരുമായി സംസാരിക്കും, UDF പ്രവർത്തകരുമായി സംസാരിക്കും, ജനങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മാനന്തവാടി റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം മാനന്തവാടി രൂപത ബിഷപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം പടിഞ്ഞാറത്തറ ഉൾപ്പെടെയുള്ള 2 സ്ഥലങ്ങളിൽ കൂടി റോഡ് ഷോ കഴിഞ്ഞ ശേഷമായിരിക്കും സമാപനം ഉണ്ടാവുക. സമാപനം അവസാനിക്കും. അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്താണ് വിപുലമായ രീതിയിലുള്ള സമ്മേളനം റാലി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും വയനാട് ഇന്ന് അദ്ദേഹം എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായുള്ള കാര്യം ആനിരാജ LDF സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ കെ സുരേന്ദ്രനും ഒക്കെ മണ്ഡലത്തിൽ കളം നിറഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി ആ രീതിയിലുള്ള സാന്നിധ്യം ഉണ്ടാകാതെ പോയത്, ആ രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. സ്വാഭാവികമാണ്, കഴിഞ്ഞ തവണയും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ഈ റോഡ് ഷോയിൽ വലിയ തോതിലുള്ള UDF പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യക്കുറവിൻ്റെ പരിമിതി മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏറ്റവും കൗതുകത്തോടുകൂടി നമ്മൾ കഴിഞ്ഞ തവണയും ചർച്ച ചെയ്തതാണ് ഈ കൊടി ഉണ്ടായിരിക്കുമോ ഇല്ലയോ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഇന്നും ഈ റാലിയിലും കൊടികളും പതാകകളും ഒന്നും വേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റ് UDF കക്ഷികളുടെയും ഒന്നും കൊടികൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും ഈ കാര്യത്തിൽ സൂചന നൽകിയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇത്തരം പരിപാടികളും റോഡ് ഷോയുമായി എത്തുന്ന സമയത്ത് കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കി ഒരു പ്രചരണ രീതി തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, പ്രധാനമായും കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ തുടങ്ങി വെച്ചൊരു ചർച്ചയുണ്ട്. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കൊടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യം കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ BJPയുടെ ദേശീയ നേതാക്കന്മാർ ഈ ലീഗിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പോലും വിമർശന വിധേയമാക്കുന്ന സാഹചര്യം, അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ലീഗിന്റെ കയ്യൊപ്പുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ. ഷഹീദ്, എന്തായാലും ഇത്തവണയും കൊടിയില്ലാതെ പോസ്റ്ററുകളുമായിട്ടാണ് പ്രചാരണ പരിപാടി എന്നത് കൗതുകരമായ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊടിയില്ലാത്തതിൻ്റെ പേരിൽ വലിയ തോതിൽ വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊടി പിടിക്കണമെന്ന് നിങ്ങളാരും ആലോചിക്കേണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത്തവണയും കൊടിയില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയായി മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഷഹീദിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അരുൺ അമർനാഥ് ഉണ്ട് വിവരങ്ങളുമായി കുന്നംകുളത്ത് നിന്ന്. അരുൺ, കുന്നംകുളത്തെ ചിലയിടങ്ങളിലൊക്കെ BJPക്കും RSSനും ഒക്കെ വളരെ ശക്തിയുള്ള ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ ഒരു കരുത്ത് പ്രകടമാക്കുക എന്നത് BJP പ്രവർത്തകരെ സംബന്ധിച്ച് നിർണായകമാണ്. എങ്ങനെയാണ് മറ്റിടങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്? എത്ര സമയം പ്രധാനമന്ത്രി കുന്നംകുളത്തെ വേദിയിലുണ്ടാകും? ദിവിഷ്, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകാൻ തന്നെയാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇത്തവണ അത് കുന്നംകുളത്താണ്. അത് ആലത്തൂർ പാർലമെന്റ്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണക്ടിവിറ്റി നഷ്ടമായിട്ടുണ്ട്. എന്തായാലും കുന്നംകുളത്താണ് പ്രധാനമന്ത്രി. ശ്രീകൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം കുന്നംകുളത്തേക്ക് എത്തും. അവിടെയാണ് അരുൺ തുടരാം അരുൺ. എന്താ പ്രശ്നം? ഫ്രീസ് ആവുന്നുണ്ടോ? അരുൺ പറഞ്ഞോളൂ. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം ദിവിഷ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അണിനിരക്കും. തുടക്കം മുതൽ തന്നെ ഈ ഗതാഗത നിയന്ത്രണം, ദിവിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP അവരുടെ സംഘടനാ ശക്തി വിളിച്ചോതാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ കുന്നംകുളം. അങ്ങനെ ഈ തുടക്കം മുതൽ തന്നെ 8 മണിയോടുകൂടി തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ 2 വശങ്ങളിലായി ബാരിക്കേഡ് നമുക്ക് കാണാം. പ്രവർത്തകർ ഈ വഴി ഈ പ്രധാന ചെറുവത്തൂരിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥിതിഗതിയാണ് ഉള്ളത്. നിരനിരയായി പ്രവർത്തകർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന അവരുടെ ലക്ഷ്യം, അതിൽ ഈ തവണ 2024ലേക്ക് എത്താനുള്ള ഊർജിതമായ ഒരു ശ്രമമാണ് BJP എന്തായാലും നടത്തുന്നത്. പ്രത്യേകിച്ചും സമാന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ അവർ 5 സീറ്റിന് മുകളിൽ 2 അക്കത്തിലേക്ക് കടക്കും എന്നൊക്കെ പറയുമ്പോഴും BJP വോട്ട് ഫേവറേറ്റ് ആയി കാണുന്ന 2 മണ്ഡലങ്ങൾ തന്നെയാണ്
തന്നെയാണ്. അത് തൃശ്ശൂരും തിരുവനന്തപുരവും തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിൽ അത്തരത്തിൽ ഇപ്പോൾ പ്രീ പോൾ ഫലങ്ങൾ വരുമ്പോൾ വോട്ട് വിഹിതത്തിൽ വലിയ ഒരു ഉണർവുണ്ടാകുന്നു, വലിയൊരു ഉയർച്ചയുണ്ടാകുന്നു. ഒപ്പം തന്നെ രണ്ടാം സ്ഥാനത്തേക്കായി വരുന്നു. ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മുൻതൂക്കം. ശരി, അരുണും ശ്യാം പ്രസാദ് ഉത്തമനും ഷഹീദുമാണ് വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു. അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങും. അവിടെ നിന്ന് കുന്നംകുളത്താണ് പൊതുപരിപാടി. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അവിടെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികളാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. അങ്ങനെ വളരെ സജീവമായി രണ്ട് മുന്നണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കേരളത്തിൽ ഒരേ ദിവസമുണ്ട് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.